ഫോട്ടോലിത്തോഗ്രഫി എന്ന് പറഞ്ഞാൽ it is the process of transferring geometric shapes on a mask to the surface of silicon wafer using photoresist. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മളൊരു സിലിക്കൺ വേഫർ മാനുഫാക്ചർ ചെയ്തു. ആലോചിച്ച് നോക്കുക, ഒരു സിലിക്കൺ വേഫർ മാനുഫാക്ചർ ചെയ്തു. ഇതിന് മുമ്പുള്ള പ്രോസസ്സ് വീഡിയോസ് ശ്രദ്ധിക്കുക. അത് മാനുഫാക്ചർ ചെയ്തിട്ട് ഇപ്പൊ ഇതിലോട്ട് ഒരു എപ്പിടാക്സിൽ ലെയർ ഗ്രോ ചെയ്തു. ഒരു എപ്പിടാക്സിൽ ലെയർ ഗ്രോ ചെയ്യുന്ന വരെയായി. ഇനി നമ്മളെ റിക്വയർമെന്റ്സിനനുസരിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഫോട്ടോലിത്തോഗ്രഫി എന്ന് പറയുന്നത്. ഫോട്ടോലിത്തോഗ്രഫി എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായുള്ള ഒരു ഷേപ്പില് വേഫറിൽ ഓരോന്ന് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഷേപ്പില് വേഫറിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ആ ജോമെട്രിക്കൽ ഷേപ്പിനെയാണ് മാസ്ക് എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് ഏത് രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ ഇതാ നോക്കിയേ, ഇതിപ്പോ ഏതാണ്ട് കണ്ടാൽ തന്നെ ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതിന് ഓരോന്നിന്റെയും മാനുഫാക്ചറിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഇത് തന്നെ ആലോചിക്കുക, ഇവിടെ ഒരു പി, ഇവിടെ ഒരു എൻ ആയിരുന്നു, ഇവിടെ ഒരു പി, ആ ഒരു രീതിയിൽ. അപ്പൊ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ പോവേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഭാഗത്തും പി മതി. ജസ്റ്റ് അസ്യൂം ചെയ്യുക, ഇത് കംപ്ലീറ്റ് സർക്യൂട്ട് ആയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യം എന്താണ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്. മാനുഫാക്ചറിങ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ഒരു പിയും ഇതൊരു പിയും ആണ്. ഇതിന്റെ അകത്തുള്ളത് എന്നോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓക്സൈഡ് ലെയറോ ഒക്കെ ഫോം ചെയ്യണമെന്ന് വെക്കുക. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഭാഗവും മതി നമുക്ക്, അല്ലെ? ബാക്കി ഭാഗത്ത് ഇത് ചേർത്ത് ഇങ്ങനെ വേണ്ട, ഇത്രയും ഭാഗം നമുക്ക് എടുത്ത് കളയണം. കാരണം അത് നമുക്ക് ആവശ്യമില്ല. ആ ഒരു ഫോം മതി, അല്ലെ? നമുക്ക് എന്താണ് പിയും മതി. ഇതിന്റെ മധ്യത്ത് നമുക്കൊന്നും ആവശ്യമില്ല. നമുക്ക് മധ്യത്ത് ആ സിലിക്കൺ വേഫർ, അതൊരു എൻ ടൈപ്പ് ആണെങ്കിൽ PNP. ജസ്റ്റ് ഒരു എളുപ്പത്തിന് പറയാനാണ്. ഇതിന്റെ മാനുഫാക്ചറിങ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ 2 പിയും വേണം, എൻ വേണം. അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് എൻ ലെയർ ആണെന്ന് വെക്കുക. നമ്മൾ ഇവിടെ പി റീജിയൻ ആണ്, അല്ലെങ്കിൽ പി റീജിയൻ ആണ് കോട്ട് ചെയ്തിരിക്കുന്നത് ആലോചിക്കുക. അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുക. നമുക്ക് ആ മധ്യത്തുള്ള സാധനം വേണ്ട. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളെ റിക്വയർഡ് ഷേപ്പിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളെ റിക്വയർഡ് ഷേപ്പിലോട്ട് സിലിക്കൺ വേഫറിനെ എങ്ങനെ മാറ്റാന്നുള്ളതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഫോട്ടോലിത്തോഗ്രഫി എന്ന് പറയുന്നത്. നമ്മൾ റിക്വയർഡ് ജോമെട്രിക്കൽ ഷേപ്പിലോട്ട് ആക്കി മാറ്റാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റെപ്സ് ഓഫ് ഫോട്ടോലിത്തോഗ്രഫി പ്രോസസ്. അപ്പൊ ആദ്യം സിമ്പിൾ ആയിട്ട് പറയാം, പിന്നെ അതിന്റെ സ്റ്റെപ്സ് ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ സിലിക്കൺ വേഫറാണ് ഈ ബ്ലൂ കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിലിക്കൺ വേഫറിൽ ആദ്യം നമ്മൾ ഏത് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ലെയർ, മാസ്കിംഗ് ലെയർ ഉപയോഗിക്കും. ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ Si3N4 യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളൊരു കോട്ടിംഗ് ലെയർ, ആദ്യം ഒരു കോട്ടിംഗ് ലെയർ കൊടുക്കും. മൊത്തത്തിൽ ഒന്ന് ഐസൊലേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ളതിനൊന്നും ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ മൊത്തത്തിൽ എന്ത് ചെയ്തു? ഒരു മാസ്കിംഗ് ഫിലിം ഉപയോഗിച്ച് കോട്ട് ചെയ്തു. അത് വേണമെങ്കിൽ ആലോചിച്ചാൽ അതൊരു എപ്പിടാക്സിൽ ലെയർ നമ്മൾ കോട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞത് വെച്ച് ഇതിന്റെ മേലൊരു എപ്പിടാക്സിൽ ലെയർ വെച്ച് നമ്മൾ നിർത്തി. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പിടാക്സിൽ ലെയർ കിട്ടി. അപ്പൊ നേരത്തെ നമ്മൾ എപ്പിടാക്സിൽ ലെയർ വരെയാണല്ലോ കിട്ടിയത്, ആ സാധനമാണെന്ന് വിചാരിക്കുക വെച്ച്. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിലോട്ടൊരു ഫോട്ടോ റെസിസ്റ്റ് കൊണ്ട് കോട്ട് ചെയ്യും. ഫോട്ടോ റെസിസ്റ്റിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, രണ്ട് ടൈപ്പ് ഫോട്ടോ റെസിസ്റ്റ് ഉണ്ട്. ഫോട്ടോ റെസിസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈറ്റ് വീഴുമ്പോൾ ഒന്നുകിൽ ആ ഫോട്ടോ റെസിസ്റ്റ് കട്ടിയായി മാറും, അല്ലെങ്കിൽ ആ ഫോട്ടോ റെസിസ്റ്റ് കട്ടി കുറയും. അതാണ് ഞാൻ 2 ടൈപ്പ് ഫോട്ടോ റെസിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഒന്നുകിൽ ലൈറ്റ് വീഴുമ്പോൾ കട്ടിയാവും, അല്ലെങ്കിൽ ലൈറ്റ് വീഴുമ്പോൾ ലൂസായി മാറും. ഇവിടെ ഇപ്പോൾ ലൈറ്റ് വീഴുമ്പോൾ ലൂസ് ആവുന്ന ഫോട്ടോ റെസിസ്റ്റ് വെച്ചാണ് ഞാൻ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോ റെസിസ്റ്റ് നമ്മളിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ പറയും. ഇപ്പോൾ ഒരു ഐഡിയ ഞാൻ പറയുന്നതാണ്, ഓവറോൾ ഐഡിയ പറയും, പിന്നെ ഡീറ്റെയിൽ സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, അപ്പോ ആദ്യം നമ്മളൊരു ഫോട്ടോ റെസിസ്റ്റ് കൊടുത്തു. ഇതാണ് ഫോട്ടോ റെസിസ്റ്റ്. ഓക്കെ, ഈ സാധനം, ഈ ലെയറാണ് ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സബ്സ്ട്രേറ്റ് എടുത്തു, അതിനെ മൊത്തത്തിൽ ഒരു കോട്ടിങ് അല്ലെങ്കിൽ മാസ്ക് ചെയ്തു. മൊത്തത്തിൽ അതിന്റെ മുകളിൽ എന്ത് ചെയ്തു? ഫോട്ടോ റെസിസ്റ്റ് ഉപയോഗിച്ചു. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോ റെസിസ്റ്റിന്റെ പ്രത്യേകത, അത് ലൈറ്റ് വീഴുമ്പോൾ കട്ടി കുറയും അല്ലെങ്കിൽ ലൂസ് ആവുന്ന, ഓക്കെ, ലൈറ്റ് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ലൂസ് ആവുന്ന ഫോട്ടോ റെസിസ്റ്റ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഈ മധ്യത്തുള്ള ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞു മാസ്ക് അല്ലെ, നമുക്ക് ജോമെട്രിക് ഷേപ്പ് ഏതാണോ വേണ്ടത് അത് തന്നെയാണ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ മാസ്ക് എന്ത് ചെയ്തു, ഇത്രയും ഭാഗത്ത് നമുക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മാസ്ക് ഉപയോഗിച്ചു. മാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിനനുസരിച്ചിട്ടായിരിക്കും ഈ മാസ്ക് എന്ന് പറയുന്നത്. എനിക്കിപ്പോ മധ്യത്ത് മാത്രം വേണ്ടാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇനി മധ്യത്ത് മാത്രം വേണ്ടാത്തതുകൊണ്ട് എന്റെ മാസ്ക് എങ്ങനെ ഇരിക്കുന്നു, മധ്യത്ത് മാത്രം വേണ്ടാത്തതുകൊണ്ട് എന്റെ മാസ്ക് ഈ ബ്ലാക്ക് കളറാണ്. മാസ്ക് ഈ മധ്യത്ത് മാത്രം ഓപ്പണിങ്ങും ബാക്കിയുള്ളതെല്ലാം ക്ലോസ് ആണ്. ഇപ്പൊ എനിക്ക് മധ്യത്ത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോ ഇവിടെ വേണ്ട, ഇവിടെ വേണം, ഇവിടെ വേണ്ട, ഇവിടെ വേണം, അങ്ങനെ ഒരു ഇതാണ് നമുക്ക് വേണ്ടതെന്ന് വയ്ക്കുക. ഇങ്ങനെയാണ് ഇരിക്കുന്നത് വയ്ക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാധനമാണ് വേണ്ടതെന്ന് വയ്ക്കുക. അപ്പൊ നമ്മളെ മാസ്ക് എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്, പിന്നെ ഓപ്പണിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മാസ്ക് ചേർത്ത് തന്നെ ആയിരിക്കും. ഇവിടെ വരും, ഇവിടെ ഒപ്പേക്ക് ആയിരിക്കും, മധ്യത്ത് ഒപ്പേക്ക് അല്ല, മധ്യത്ത് ലൈറ്റ് കടത്തി വിടും, ട്രാൻസ്പെറന്റ് ആയിരിക്കും. അപ്പോ ഈ ഒരു രീതിയിലുള്ള ഒരു മാസ്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മാസ്ക് എന്ന് വെച്ചാൽ അപ്പൊ ഈ ഞാൻ വരച്ചിരിക്കുന്നത് ഒപ്പേക്കെന്നും ബാക്കി വരയ്ക്കാത്ത ഭാഗം ഇറ്റ് ഈസ് ട്രാൻസ്പെറന്റ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടത്തെ മാസ്ക്, ഇതാണ്. അപ്പൊ നമ്മളെ റിക്വയർമെന്റ് ഷേപ്പിനനുസരിച്ച് നമുക്ക് മാസ്ക് ഡിസൈൻ ചെയ്യും. അപ്പൊ ഇവിടെ കേസിൽ ഇപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന മെയിൻ ഡയഗ്രത്തില് മിഡിൽ പോർഷൻ മാത്രം വേണ്ട, അതുകൊണ്ടാണ് അവിടുത്തെ മാസ്കിന് മിഡിൽ മാത്രം ഓപ്പണിംഗ് ആയിട്ട് ഇരിക്കുന്നത്. ഈ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചത് ഈ ഒരു കേസിൽ എന്താണ്, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട. അപ്പം നമ്മളെ മാസ്ക് എന്തായിരിക്കും, ആ വേണ്ടാത്ത ഭാഗത്ത് മാത്രം ഓപ്പണിങ്ങും വേണമെന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യും, ഒപ്പേക്കും ആയിരിക്കും. ഇത് ഒരു ടൈപ്പ് മാസ്ക് ആണ് ഞാൻ പറഞ്ഞത്. ഇനി 2 ടൈപ്പ് മാസ്ക് ആണ്. അപ്പൊ ആദ്യത്തെ മാസ്ക് ഇതാണെങ്കിൽ അടുത്ത മാസ്ക് എന്തായിരിക്കും, ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും. അതായത് വേണ്ട സ്ഥലത്ത് ഒപ്പേക്കും വേണ്ടാത്ത സ്ഥലത്ത് ഓപ്പണിംഗ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇനി നമ്മൾ ഇതൊരു പോസിറ്റീവ് മാസ്കിന്റെ കേസാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നെഗറ്റീവ് മാസ്ക് ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽ പറയും. നെഗറ്റീവ് മാസ്ക് എന്ന് ആലോചിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ഇതിപ്പോ നമുക്ക് ഓപ്പണിംഗ് വേണ്ട സ്ഥലത്ത് ട്രാൻസ്പെറന്റ്, ഓപ്പണിംഗ് വേണ്ടാത്തടത്ത് ഒപ്പേക്കുമായി. ഇനി അടുത്ത മാസ്ക് ആകുമ്പോൾ എന്താണ്, നേരെ തിരിയും, അത്രേ ഉള്ളൂ. ഓപ്പണിംഗ് വേണ്ടടുത്ത് ഒപ്പേക്കും, ഓപ്പണിംഗ് വേണ്ടാത്തടത്ത് ട്രാൻസ്പെറന്റ് വേണം, അത്രേ ഉള്ളൂ. മാസ്ക് രണ്ടും തിരിയുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ റിക്വയർഡ് ഷേപ്പിൽ എന്ത് ചെയ്തു, മാസ്ക് വെച്ചു, UV ലൈറ്റ് കൊടുത്തു. UV ലൈറ്റ് കൊടുക്കുന്നു, അതായത് അൾട്രാ വയലറ്റ് ലൈറ്റ് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും, UV ലൈറ്റ് കൊടുക്കുമ്പോൾ മാസ്ക് ഉള്ളത് കൊണ്ട് ഇത്രയും ഭാഗത്ത് മാത്രമേ ലൈറ്റ് വീഴൂ, ഈ പോർഷനിൽ മാത്രമേ ലൈറ്റ് വീഴൂ. കാരണം ബാക്കി UV ലൈറ്റ് എന്താണ്, ഈ മാസ്ക് ഹൈഡ് ചെയ്യും. അതുകൊണ്ട് ഇത്രയും ഭാഗത്തുള്ള ഫോട്ടോ റെസിസ്റ്റിന് മാത്രമേ എന്ത് സംഭവിക്കൂ, UV ലൈറ്റ് വീഴൂ. മനസ്സിലായല്ലോ, മാസ്ക് വെച്ച് മറച്ചിരിക്കുന്നു. നമ്മൾ മുഖം മറയ്ക്കാനല്ലേ മാസ്ക് ഉപയോഗിക്കുന്നത്, അതേപോലെ ഇവിടെ നമ്മളെ വേഫറിനെ മറയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനമാണ് ഇവിടുത്തെ മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മാസ്ക് വെച്ച് മറച്ചിരിക്കുന്നു. അപ്പൊ ഈ മാസ്ക് ഉള്ളത് കൊണ്ട് ഈ വരുന്ന അൾട്രാ വയലറ്റ് എവിടെ വീഴും, ഇത്രയും ഭാഗത്ത് മാത്രമേ വീഴൂ, ആണല്ലോ. ഇത്രയും ഭാഗത്ത് മാത്രം അൾട്രാ വയലറ്റ് വീഴും. മാസ്കിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അൾട്രാ വയലറ്റ് വീഴുന്ന, ഇപ്പൊ ഞാൻ പറയുന്ന പർട്ടിക്കുലർ മാസ്കിന്റെ കേസാണ്. ഈ അൾട്രാ വയലറ്റ് വീഴുന്നിടത്ത് മാത്രം എന്ത് സംഭവിക്കും, അൾട്രാ വയലറ്റ് വീഴുന്നിടത്ത് മാത്രം സോഫ്റ്റ് ആവും, ബാക്കി അൾട്രാ വയലറ്റ് വീഴാത്തവിടെ എന്തായിരിക്കും, ഹാർഡ് ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ അൾട്രാ വയലറ്റ് വീണ ഇത്രയും ഭാഗം മാത്രം എന്ത് സംഭവിക്കും, ഫോട്ടോ റെസിസ്റ്റ് സോഫ്റ്റ് ആയിരിക്കും. ഇത്രയും ഭാഗത്ത് മാത്രം ഫോട്ടോ റെസിസ്റ്റ് അല്ലെ, ഫോട്ടോ റെസിസ്റ്റ് ആണ് ഈ ഇട്ടിരിക്കുന്ന സാധനം, ഈ ബ്രൗൺ സാധനം. ഈ ഫോട്ടോ റെസിസ്റ്റ് ഈ അൾട്രാ വയലറ്റ് വീഴുന്ന ഭാഗത്ത് മാത്രം സോഫ്റ്റ് ആയിരിക്കും, ബാക്കിയുള്ളവിടെ കട്ടിയായിരിക്കും. അപ്പൊ അതിനെയാണ് ഈ പറയുന്നത്. ആദ്യം നമ്മൾ എക്സ്പോസർ ചെയ്തു UV ലൈറ്റില്, പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്തു. രണ്ടാമത് ഡെവലപ്പാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേണ്ടാത്ത, അതായത് ഇപ്പം അൾട്രാ വയലറ്റ് വീണ സ്ഥലം എന്ത് സംഭവിച്ചു, അത് സോഫ്റ്റനായി. അൾട്രാ വയലറ്റ് വീണ ഭാഗം മിഡിൽ പോർഷൻ ആയിരുന്നു, അത് സോഫ്റ്റനായി. നമ്മൾ എന്ത് ഡെവലപ്പ് എന്ന് വെച്ചാൽ ആ ഭാഗത്തെ ഫോട്ടോ റെസിസ്റ്റ് സോഫ്റ്റ് ആയല്ലോ, സോഫ്റ്റ് ആയ സാധനം ഇളകിപ്പോയി, സോഫ്റ്റ് ആയ സാധനം നമ്മൾ ഇളക്കി കളഞ്ഞു. ഇനി അടുത്തത് പോസ്റ്റ് ബേക്ക് എന്ന് പറയും. പോസ്റ്റ് ബേക്കിന്റെ യൂസ് എന്ന് വെച്ചാൽ
ഈ ബാക്കി മാസ്ക് ഉണ്ടല്ലോ, ബാക്കി ഫോട്ടോ റെസിസ്റ്റ് ഉണ്ടല്ലോ, ബാക്കി ഫോട്ടോ റെസിസ്റ്റിനെ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടും. വേറെ ഒന്നിനും വേണ്ടിയില്ല, കുറച്ചുകൂടെ കട്ടിയാക്കാൻ വേണ്ടി. കുറച്ചുകൂടെ കട്ടിയാക്കാൻ വേണ്ടി ഈ വേണ്ടാത്ത ഫോട്ടോ റെസിസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി ഇരിക്കുന്ന ഫോട്ടോ റെസിസ്റ്റിനെ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഓവനിൽ വെച്ചിട്ട് ചൂടാക്കും. ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത് കുറച്ചുകൂടെ കട്ടിയാവും. നമുക്കറിയാലോ, ഒത്തിരി ലൂസിലിരിക്കുന്ന സാധനം കുറച്ചുകൂടെ ചൂടാക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായി ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇത് തമ്മിൽ ബോണ്ടായിട്ടിരിക്കും അല്ലെ. കുറച്ചുകൂടെ സ്ട്രോങ് ബോണ്ടായിരിക്കും ഇത് തമ്മിൽ ഉള്ളത്. ഇത് കുറച്ചുകൂടെ കട്ടിയാവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എച്ച് ചെയ്യുന്നു. എച്ച് ചെയ്യുന്നു വെച്ചാൽ ഈ ഫോട്ടോ റെസിസ്റ്റ്, കട്ടി പിടിച്ച ഫോട്ടോ റെസിസ്റ്റ് ഉള്ള ഭാഗത്ത് ഒരിക്കലും ഈ എച്ചിങ് എത്തത്തില്ല. പകരം ഈ ഫോട്ടോ റെസിസ്റ്റ് ഇല്ലാതെ ഓപ്പൺ ആയിരിക്കില്ല. അതായത് ഇത്രയും ഭാഗം ഓപ്പൺ ആണല്ലോ, കാര്യം ഫോട്ടോ റെസിസ്റ്റ് ഇളകിപ്പോയി. നമ്മൾ നേരത്തെ പറഞ്ഞു യു വി ലൈറ്റ് വീണ ഫോട്ടോ റെസിസ്റ്റന്റ് എന്താണ്, ലൂസായിരുന്നു. ആ ലൂസായ ഫോട്ടോ റെസിസ്റ്റന്റ് എളുപ്പം തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള ഫോട്ടോ റെസിസ്റ്റന്റ് നമ്മൾ കട്ടിയാക്കി. എങ്ങനെ? പോസ്റ്റ് ബേക്ക് ചെയ്ത് കട്ടിയാക്കി. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എച്ചിങ് സൊല്യൂഷൻ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഫോട്ടോ റെസിസ്റ്റ് അകത്തുള്ള ഈ മാസ്കിംഗ് ഫിലിമിനെ പ്രൊട്ടക്ട് ചെയ്യും. അകത്തുള്ള ഈ മാസ്കിംഗ് ഫിലിമിനെ ഏത് പ്രൊട്ടക്ട് ചെയ്യും? ഫോട്ടോ റെസിസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ കുറച്ച് ഭാഗത്ത് മാത്രം. കുറച്ച് ഭാഗം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാരണം ഈ കുറച്ച് ഭാഗത്ത്, ഇത്രയും ഭാഗത്ത് മാത്രം എന്താണ്, ഫോട്ടോ റെസിസ്റ്റ് ഇല്ല. ബാക്കി ഭാഗത്തെല്ലാം കട്ടിയുള്ള ഫോട്ടോ റെസിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോ റെസിസ്റ്റ് ഇല്ലാത്തടത്ത് എച്ചിങ് സൊല്യൂഷൻ കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? ഈ ഭാഗം മാത്രം ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അവിടെയുള്ള ആ ഓക്സൈഡ് ലെയർ അല്ലെങ്കിൽ ആ ഫിലിം എന്ത് സംഭവിക്കും? ഇളകിപ്പോകും. പക്ഷേ ഈ ബാക്കി സ്ഥലത്ത് ഫോട്ടോ റെസിസ്റ്റ് ഉണ്ടല്ലോ, ഫോട്ടോ റെസിസ്റ്റ് ഈ എച്ചിങ്ങിനെ ഈ ഏതിലോട്ടാണ്, ഈ ഓക്സൈഡ് ലെയറിൽ എത്താൻ സമ്മതിക്കില്ല. അത് കാരണം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഫോട്ടോ റെസിസ്റ്റ് ഇല്ലാത്ത ഓക്സൈഡ് ലെയർ മാത്രം ഇളകി പോവുകയും ബാക്കി ഫോട്ടോ റെസിസ്റ്റ് ഉള്ള ഓക്സൈഡ് ലെയർ ഫോട്ടോ റെസിസ്റ്റ് ഉള്ളത് കൊണ്ട് റിയാക്ട് ചെയ്യാൻ സാധിക്കാതെ അതവിടെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ എച്ചിങ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫോട്ടോ റെസിസ്റ്റ് ഇല്ലായിരുന്ന ഭാഗത്ത് ഓക്സൈഡ് ലെയർ ഇളകിപ്പോയി ബാക്കി ഫോട്ടോ റെസിസ്റ്റ് ഉള്ള ഓക്സൈഡ് ലെയർ അവിടെ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? പക്ഷെ ഈ ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒരു സാധനം കൊടുത്താണ് അല്ലെ. ഫോട്ടോ റെസിസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈ എക്സ്ട്രാ നമ്മളൊരു സാധനം കൊടുത്താണ് ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ആവശ്യമില്ല. നമ്മൾ ഈ വേണ്ടാത്ത സാധനം എടുത്ത് കളയാൻ വേണ്ടി ഉപയോഗിച്ചൊരു സാധനമാണ് എന്ന് പറയുന്നത് ഫോട്ടോ റെസിസ്റ്റ്. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രിപ്പ് ചെയ്ത് കളയും. സ്ട്രിപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഫോട്ടോ റെസിസ്റ്റ് അലിഞ്ഞു പോകുന്ന സൊല്യൂഷൻ ഉപയോഗിച്ച് അത് കളയാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമ്മൾ സാധാരണ കട്ട് ചെയ്യൂലേ, സ്ട്രിപ്പ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഈ മേലിനുള്ള ഫോട്ടോ റെസിസ്റ്റ് എടുത്ത് കളയാം. അപ്പൊ നമ്മളെ റിക്വയർഡ് സാധനം കിട്ടും. അതായത് നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ഇവിടെ 2 ഓക്സൈഡ് ലെയർ വേണമായിരുന്നു, ഇവിടെ ഓക്സൈഡ് ലെയർ വേണ്ട. നമുക്ക് വേറൊരു രീതിയിൽ ആലോചിക്കാം. ഇതൊരു പി ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം ആലോചിക്കുക. ഇതൊരു പി ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് 2 സൈഡിലും പി മതി. ഒരു ട്രാൻസിസ്റ്റർ ചുമ്മാ ആലോചിക്കുക, 2 സൈഡിലും പി മതി. മധ്യത്ത് നമുക്ക് എന്താണ്? എൻ ആണ് വേണ്ടത്. അപ്പോൾ ആ മധ്യത്ത് ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ആ പി റീജിയൻ എടുത്ത് കളയണം. കാരണം നമുക്ക് 2 സൈഡിലും പി മതി, ബാക്കി മധ്യത്തുള്ള ഇവിടെ എൻ ആണ് വേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ മധ്യത്തുള്ള പി എടുത്ത് കളഞ്ഞു, ഇപ്പൊ 2 പി ആയി. ഇനി ഈ മിഡിൽ പോർഷനിൽ എങ്ങനെ എൻ ഗ്രോ ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ മതി. അതാണ് നമ്മൾ അതാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആലോചിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. മാസ്ക് ചെയ്തു. ആദ്യം നമ്മൾ റിക്വയർഡ് സാധനം കൊണ്ട് മാസ്ക് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. എന്നിട്ട് ഇതിന് എന്ത് ചെയ്തു? ഇവിടെ ഒരു പോസ്റ്റ് ബാക്ക് പറയുന്നുണ്ട്, ഇവിടെ സോഫ്റ്റ് ബാക്ക് പറയുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, ആദ്യം ഫോട്ടോ റെസിസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു സെമി ലിക്വിഡ് ഫോം ആയിരിക്കും. അപ്പൊ അതൊന്ന് കട്ടി പിടിക്കാൻ വേണ്ടി, ചെറുതായിട്ടൊന്ന് കട്ടി പിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ സോഫ്റ്റ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് നല്ല അത്യാവശ്യം കട്ടിയാവും, സോളിഡ് ഫോമായി മാറാൻ വേണ്ടിയാണ് ഇവിടെ സോഫ്റ്റ് ബാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോട്ടോ റെസിസ്റ്റ് കൊടുത്തു, ചെറുതായിട്ട് സോഫ്റ്റ് ബേക്ക് ചെയ്തപ്പോൾ അതൊന്ന് കട്ടിയായിട്ടിരുന്നു. നമുക്ക് വേണ്ടാത്ത ഭാഗം റിമൂവ് ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശം. ഫോട്ടോ റെസിസ്റ്റിന്റെ ഇവിടത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോ റെസിസ്റ്റിന്റെ പ്രത്യേകത, യു വി വീഴുന്ന ഭാഗം സോഫ്റ്റൻ ആവുകയും യു വി വീഴാത്ത ഭാഗം
കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, കാരണം ഫോട്ടോ റെസിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പോളിമറൈസേഷന് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്, ഒരു പോളിമറാണ്. അപ്പോൾ ലൈറ്റ് വീഴുന്ന അവിടെ ഡീപോളിമറൈസ് ചെയ്യും, ബാക്കി ഭാഗമെല്ലാം പോളിമറൈസ്ഡ് ആണ്. പോളിമറൈസ്ഡ് എന്ന് വെച്ചാൽ കട്ടിയായ ഭാഗം, ഡീപോളിമറൈസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, കട്ടി കുറഞ്ഞ ഭാഗമാണ്. അപ്പൊ ലൈറ്റ് വീഴുമ്പോൾ ഇവിടെ ഡീപോളിമറൈസേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റ് വീഴുമ്പോൾ ഡീപോളിമറൈസേഷൻ നടക്കും. ആകെ ലൈറ്റ് വീഴുന്ന മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് മാസ്കിന്റെ ഈ കറുപ്പുള്ള ഭാഗത്തൊന്നും ലൈറ്റ് വീഴത്തില്ല. ബാക്കി ലൈറ്റ് ആകെ വീഴുന്ന മധ്യത്താണ്. ആ മധ്യത്ത് ഡീപോളിമറൈസേഷൻ നടക്കും. ഡീപോളിമറൈസേഷൻ നടക്കുന്നത് കൊണ്ട് ആ ഭാഗം വളരെ ലൂസ് ആയിരിക്കും, നമുക്ക് എളുപ്പം തന്നെ അത് റിമൂവ് ചെയ്യാം. അപ്പോ ഇവിടെ ആ സിലിക്കൺ ഡയോക്സൈഡ് ലെയർ എക്സ്പോസ് ആയിട്ടുള്ള മിഡിൽ പോർഷൻ നമുക്ക് കിട്ടി. സിലിക്കൺ ഡയോക്സൈഡ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള മിഡിൽ പോർഷൻ, സിലിക്കൺ ഡയോക്സൈഡ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള മിഡിൽ പോർഷൻ നമുക്ക് കിട്ടി. നമ്മുടെ ഉദ്ദേശം ഇവിടെ നിന്ന് ഈ സിലിക്കൺ ഡയോക്സൈഡ്, എക്സാമ്പിൾ ആണ് ഈ സിലിക്കൺ ഡയോക്സൈഡ് എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എച്ചിങ്ങിലോട്ട് കൊടുക്കും. ആകെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം ഇതാണ്. ബാക്കി രണ്ട് സൈഡുകളിലും ഫോട്ടോ റെസിസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് മിഡിൽ ഭാഗം മാത്രം ഇളകിപ്പോകും. കാര്യം ബാക്കിയുള്ള അവിടെ എല്ലാം ഫോട്ടോ റെസിസ്റ്റന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫോട്ടോ റെസിസ്റ്റ് ഒരു എക്സ്ട്രാ സാധനമാണ്. നമ്മൾ ഈ പ്രോസസ്സ് അല്ലെ, ഈ നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള റിക്വയർഡും സാധനം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു എലമെന്റ് മാത്രമാണ് ഫോട്ടോ റെസിസ്റ്റ്. അല്ല നമ്മളെ ഫാബ്രിക്കേഷനോ IC ആയിട്ടൊന്നും അതിനൊരു ബന്ധമില്ല. അതുകൊണ്ട് ആ സാധനത്തെ നമുക്ക് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് ആ ബാക്കി പോർഷനെ റിമൂവ് ചെയ്ത് കളയാം. ഇതാണ് ബേസിക് പ്രോസസ്. അപ്പൊ ഇനി ഇതിലെ ചില പ്രോസസ്സുകൾ നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തു, സർഫസ് ക്ലീൻ ചെയ്തു. പിന്നെ ഹീറ്റിംഗ് ടു ഡ്രൈവ് ഓഫ് എനി മോയ്സ്ചർ ദാറ്റ് മേ ബി പ്രസന്റ് ഓൺ ദി വേഫർ സർഫസ്. അപ്പൊ വേഫർ സർഫസ് ആദ്യം ക്ലീൻ ചെയ്തു. സ്വാഭാവികമായിട്ട് ഒരു പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് വൃത്തിയാക്കുന്നു. പിന്നെ ഹീറ്റ് ചെയ്തു, വല്ല മോയ്സ്ചർ കണ്ടന്റ് വല്ലതും ഉണ്ടെങ്കിൽ വേഫർ എന്ന് അത് പോകാൻ വേണ്ടി ഹീറ്റ് ചെയ്തു. പിന്നെ ഫോട്ടോ റെസിസ്റ്റ് അപ്ലൈ ചെയ്തു, സ്പിൻ കോട്ടിങ്, അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തായിരിക്കും ഫോട്ടോ റെസിസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം യൂണിഫോം ആയിട്ട് ഫോട്ടോ റെസിസ്റ്റ് വരും. അത്ര തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോ റെസിസ്റ്റ് എങ്ങനെ കൊടുക്കും എന്ന് വെച്ചാൽ സ്പിൻ ചെയ്ത്, റൊട്ടേറ്റ് ചെയ്താണ് ഫോട്ടോ റെസിസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഫോട്ടോ റെസിസ്റ്റ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഫോട്ടോ റെസിസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പോളിമർ ആൻഡ് സെൻസിറ്റൈസർ. ഒരു സെൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു എലമെന്റും ഒരു പോളിമറും ഒരു സോൾവെന്റ് സൊല്യൂഷനിലുള്ളതിനെയാണ്. അപ്പോൾ ഒരു സോൾവെന്റ് സൊല്യൂഷൻ ഉണ്ടാവും. ആ സോൾവെന്റിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു പോളിമർ പ്ലസ് ഒരു സെൻസിറ്റൈസർ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ പോളിമറിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പോളിമേഴ്സ് ഹാവ് പ്രോപ്പർട്ടീസ് ഓഫ് എക്സലന്റ് ഫിലിം ഫോമിങ്. പോളിമേഴ്സിന് എക്സലന്റ് ഫിലിം ഫോം ചെയ്യാനും കോട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം പോളിമേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ഈ ഫോട്ടോ റെസിസ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതിൽ പോളിമർ ഉള്ളത് കൊണ്ട് അവിടെ ഒരു എക്സലന്റ് ഫിലിം ഉണ്ടാവും, ഒരു എക്സലന്റ് ഫിലിം കോട്ടിങ് അവിടെ ഉണ്ടാവും. ജനറലി യൂസ് ചെയ്യുന്ന പോളിമർ പോളിവിനൈൽ സിനമേറ്റ് ആണ്. യൂസ് ചെയ്യുന്നത്. ഇനി ഫോട്ടോ റെസിസ്റ്റില് ലൈറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ അൾട്രാ വയലറ്റ് ആണ് കൊടുത്തത്, UV ലൈറ്റ് ആണ് കൊടുത്തത്. ഫോട്ടോ റെസിസ്റ്റിലോട്ട് ലൈറ്റ് UV ലൈറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിലുള്ള സെൻസിറ്റൈസർ അല്ലെ, ആ സെൻസിറ്റൈസർ എന്ത് ചെയ്യും, അബ്സോർവ് ചെയ്യും എനർജി ആൻഡ് ഇനിഷ്യേറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ സെൻസിറ്റൈസറിന്റെ ഉപയോഗം മാക്സിമം എനർജി അബ്സോർവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ അബ്സോർവ് ചെയ്ത എനർജി എന്ത് ചെയ്യും, ഇതിലോട്ട് കൊടുക്കും. എന്തിനാണ്, ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കാം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 ടൈപ്പ് റെസിസ്റ്റ് ആണുള്ളത്. 2 ടൈപ്പ് റെസിസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ റെസിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഫോട്ടോ റെസിസ്റ്റ് തന്നെയാണ്. 2 ടൈപ്പ് ഫോട്ടോ റെസിസ്റ്റ് ആണുള്ളത്. ആദ്യത്തത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, എക്സ്പോസ്ഡ് റീജിയൻസ് റിസൾട്ട്സ് ഇൻ ദി ഡീപോളിമറൈസേഷൻ ഓഫ് ഫോട്ടോ റെസിസ്റ്റ്. അതായത് പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതായത് ഒരു മാസ്ക് വെച്ച് എക്സ്പോസ് ചെയ്ത്, അതായത് UV ലൈറ്റ് വീഴുന്ന ഏരിയ ഡീപോളിമറൈസ് ആവുകയും അത് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. നമ്മളിപ്പോ ഇവിടെ കണ്ടത് ഒരു പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഏരിയ നമുക്ക് എന്ത് സാധിച്ചത്, റിമൂവ് ചെയ്യാൻ സാധിച്ചത്. കാരണം അതെന്തായിരുന്നു, അവിടെ യൂസ് ചെയ്തത് പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നെഗറ്റീവ് റെസിസ്റ്റ് ആണ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്, എക്സ്പോസ്ഡ് റീജിയൻ പോളിമറൈസ് ചെയ്യും. അതായത് വെളിച്ചം വീഴുന്ന സ്ഥലം കട്ടിയായി മാറും.
കട്ടിയായി മാറും. വെളിച്ചം വീഴാത്ത സ്ഥലം എന്താണ്? സോഫ്റ്റ് അല്ല, ഒരു വ്യത്യാസമില്ല, സോഫ്റ്റ് അല്ല, പഴയതുപോലെ ഇരിക്കും. അപ്പോൾ വെളിച്ചം വീഴുന്ന അവിടെ പോളിമറൈസ് ചെയ്യും. നമുക്കറിയാം പോളിമറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ കട്ടിയാവുക. നേരത്തെ വെളിച്ചം വീണപ്പോൾ, പോസിറ്റീവ് റെസിസ്റ്റിന്റെ കേസിൽ വെളിച്ചം വീണപ്പോൾ ഡീപോളിമറൈസ് ചെയ്തതുകൊണ്ടാണ് അത് എളുപ്പം റിമൂവ് ചെയ്തത്. ഇവിടെ വെളിച്ചം വീഴുമ്പോൾ ആ മെറ്റീരിയൽ എന്താവും? പോളിമറൈസേഷൻ ആവും. പോളിമറൈസേഷൻ മീൻസ് ഇറ്റ് ബിക്കംസ് ഹാർഡൻ. അപ്പൊ ഹാർഡൻ ചെയ്യുന്ന സാധനം റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത്, അതായത് ഇങ്ങനെ ഒരു മാസ്ക് ഉപയോഗിച്ചു. ഈ ഒരു മാസ്ക് ഉപയോഗിച്ചു, ഇവിടെ ബ്ലാക്ക് കളറിന്റെ മാസ്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു മാസ്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു മാസ്ക് ആണ് ഉപയോഗിച്ചത്. താഴെ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണ് ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൾട്രാ വയലറ്റ് റേസ് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ആ വീണ ഭാഗം സോഫ്റ്റൻ ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇനി നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണ് ഉപയോഗിച്ചെങ്കിൽ എന്ത് സംഭവിക്കും? ആ വീഴുന്ന സ്ഥലം മാത്രം കട്ടിയാവുകയും ആ സ്ഥലം മാത്രം കട്ടിയാവുകയും ബാക്കിയുള്ളത് റിമൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഓർക്കുക, നമുക്ക് നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ഉപയോഗിച്ച് ഇങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ആദ്യത്തെ കണക്ക് മധ്യത്ത് കിട്ടണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാസ്ക് ഇതാ ഇങ്ങനെ ഇരിക്കണം. നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ഉപയോഗിച്ച് ഈ രീതി കിട്ടണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ മാസ്ക്, അതായത് എന്താണ് ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ സെയിം ഷേപ്പ് കിട്ടണമെങ്കിൽ അതായത് ഞാൻ നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇതാ മാസ്ക് ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെയാണ്? ഒപ്പേക്ക് ആയിട്ടുള്ളത് വേണ്ടാത്ത സ്ഥലത്ത് കൊടുക്കുക, ബാക്കിയുള്ള ഇവിടെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. അതായത് ഇതിന്റെ നേരെ ഈ മാസ്കും തമ്മിൽ നോക്കിയ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ രണ്ട് സൈഡിൽ ഒപ്പേക്ക്, മുകളിൽ മിഡിൽ ട്രാൻസ്പെറന്റ്, ഇവിടെ രണ്ട് സൈഡും ട്രാൻസ്പെറന്റ്, മിഡിൽ പോർഷൻ ഒപ്പേക്ക്. അപ്പൊ അത്രേ ഉള്ളൂ. കാരണം എന്താണ്? നെഗറ്റീവ് ആകുമ്പോൾ വീഴുന്നട ഹാർഡൻ ചെയ്യും. അപ്പൊ ഇവിടെ രണ്ട് സൈഡിലായിരിക്കും UV റേസ് വീഴുന്നത്. അതുകൊണ്ട് ആ വീഴുന്ന സ്ഥലം ഹാർഡൻ ചെയ്യും. ഈ ഒപ്പേക്ക് വെച്ചിരിക്കുന്ന വീഴാത്ത സ്ഥലം സോഫ്റ്റ് ആയിരിക്കും, അത് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോ റെസിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും. പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഏത് സ്ഥലമാണോ വേണ്ടത് അവിടെ ഓപ്പൺ ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിൽ ഏത് സ്ഥലമാണോ വേണ്ടത് അവിടെ, പോസിറ്റീവ് ആണെങ്കിൽ ഏത് സ്ഥലം വേണ്ട അവിടെ ഓപ്പൺ ചെയ്യുക, അല്ലെ? കാരണം ഓപ്പൺ ചെയ്ത സ്ഥലം ഇളകിപ്പോയി. നെഗറ്റീവ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സാധനം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിന് മനസ്സിലായി കാണും, അത് കൂടുതൽ ഡീറ്റെയിൽ പോകണ്ട. ഇനി അടുത്ത എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞത് തന്നെ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ഫോട്ടോ റെസിസ്റ്റ് കൊടുത്തു, മാസ്ക് ഉപയോഗിച്ചു, എക്സ്പോസ് ചെയ്തു, ഡിഫറെന്റ് ടൈപ്സ്, അത് ഏത് ഫോട്ടോ റെസിസ്റ്റ് ആണ് ഉപയോഗിച്ചത് അതിനനുസരിച്ചിട്ട് മാറും. ഇനി അടുത്ത എന്താണ്? ഡെവലപ്മെന്റ് ആണ്. അടുത്ത ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ മാസ്ക് കൊടുത്തു, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഫോട്ടോ റെസിസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ബാക്ക് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ ടെമ്പറേച്ചർ വാല്യൂ മാത്രം ഓർത്തിരുന്നാൽ മതി. പോസ്റ്റ് ബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 150 ഡിഗ്രി ഫോർ 30 to 60 മിനിറ്റ്സ്. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. 150 ഡിഗ്രി ഫോർ 30 to 60 മിനിറ്റ്സ്. എന്തിനാണ്? ബാക്കി റിമൂവ് ചെയ്തിട്ട് ബാക്കി ഇരുന്നത് കുറച്ചുകൂടെ ഹാർഡൻ ചെയ്യാൻ വേണ്ടി. എന്തിനാണ്? എച്ചിങ് സൊല്യൂഷനെ കുറച്ചുകൂടെ റെസിസ്റ്റ് ചെയ്യാനാണ്. കാരണം ഈ ഫോട്ടോ റെസിസ്റ്റ് കുറച്ചുകൂടെ കട്ടിയാണെങ്കിൽ എച്ച് ചെയ്യുന്ന സാധനം അത്ര പെട്ടെന്ന് ഏതിലാണ് അതിനെ കുറച്ചുകൂടെ റെസിസ്റ്റ് ചെയ്യാൻ, അതായത് എച്ച് ചെയ്യുമ്പോഴൊന്നും ഒരു പ്രശ്നവും വരാതിരിക്കാൻ കുറച്ചുകൂടെ സേഫിന് വേണ്ടി എന്ത് ചെയ്തു? പോസ്റ്റ് ബേക്ക് ചെയ്തു. പോസ്റ്റ് ബേക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ റെസിസ്റ്റ് കുറച്ചുകൂടെ കട്ടിയാവും. അത്രേ ഉള്ളൂ. ഫോട്ടോ റെസിസ്റ്റ് കുറച്ചുകൂടെ കട്ടിയാവും. ഇനി അടുത്ത എന്ത് ചെയ്തു? എച്ച് ചെയ്തു. എച്ചിങ് എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ഫോട്ടോ റെസിസ്റ്റ് ഫ്രം ലെയർ. അപ്പൊ ഞാൻ നോക്കിയേ, അപ്പൊ എച്ച് ചെയ്തു. അപ്പൊ ഇവിടെ റിമൂവൽ ഓഫ് ഫോട്ടോ റെസിസ്റ്റ് മാത്രമല്ല, ആൾസോ നമ്മളെ റിക്വയർഡ് ഏതാണ് വേണ്ടാത്തത്? മാസ്കിംഗ് ഫിലിം. ആ മാസ്കിംഗ് ഫിലിം ഉണ്ടല്ലോ, SiO2, അതും കൂടെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എച്ചിങ് എന്ന് പറയുന്നത്. എച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? എച്ചിങ് ഇസ് ദി പ്രോസസ് ഓഫ് റിമൂവിങ് ദി അൺവാണ്ടഡ് ലെയർ. അപ്പൊ അൺവാണ്ടഡ് ആയിട്ടുള്ള ആ ലെയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എച്ചിങ് ഉപയോഗിക്കുന്നത്. ഫോട്ടോ റെസിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗം പോകും കേട്ടോ. അത് ഫോട്ടോ റെസിസ്റ്റ് അല്ല, റിമൂവൽ ഓഫ് അൺവാണ്ടഡ് ലെയർ ആണ് കേട്ടോ.
പിന്നെ ഫോട്ടോ റെസിസ്റ്റ് റിമൂവൽ ആണ് ഫൈനലി. ഫോട്ടോ റെസിസ്റ്റ് റിമൂവൽ എന്ന് വെച്ചാൽ ഫൈനലി ആ ഫോട്ടോ റെസിസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നുകിൽ വല്ല സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കളയും ഫോട്ടോ റെസിസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ സൾഫൂരിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അബ്രേഷൻ പ്രോസസ്. അബ്രേഷൻ പ്രോസസ് എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞത് സ്ട്രിപ്പ് ചെയ്തു നമ്മൾ വെട്ടിക്കളയില്ലേ, അതിനെയാണ് അബ്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത്.